ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ റോളാണ് കാണിക്കുന്നത്. ചിക്കൻ മാത്രം മതി കേട്ടോ ഇതിൻ്റെ ഫില്ലിങ്ങിന്. അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ റോൾ നമ്മൾ എണ്ണയിൽ പൊരിക്കുന്നതുമല്ല, ഒരു 3-4 ദിവസം വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ റോളും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ മാവാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എവാപ്പറേറ്റഡ് മിൽക്കാണ് എടുത്തത്. അപ്പോൾ ഏത് പാലാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് എടുത്താൽ മതി കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് ഞാനിത് ചേർത്തുന്നേ ഉള്ളൂ. അല്ലാണ്ട് സാധാ പാലായാലും മതി. അപ്പോൾ ഒരു കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, പുതിയ ഡേറ്റ് ഉള്ള ഈസ്റ്റ് ആയിരിക്കണം, 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താണ്. പിന്നെ മധുരത്തിന് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ വേണം കേട്ടോ. ചെറുതായിട്ടൊരു ലൈറ്റ് മധുരം ഉണ്ടെങ്കിലാണ് ഈ ഒരു ചിക്കൻ റോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ആ ഒരു പഞ്ചസാര ഒന്ന് അലിയണം, അതിനാണ് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതാ ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് മുട്ട ഒന്ന് ഉടയുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് പൊടിയാണ് വേണ്ടത്, മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു 4 കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് മാറ്റം വരുത്തണേ. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കപ്പ് പാലിൽ നമുക്കിത് കുഴഞ്ഞ് കിട്ടൂല കേട്ടോ, ബാക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബാക്കി പാലായിട്ട് വേണമെങ്കിൽ പാലും ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം മതി എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടും കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ പാൽ തന്നെയാണ് എടുക്കുന്നത്. 1 കപ്പ് പാലും കൂടെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശായിട്ട് ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആകുന്ന വരെ കുഴച്ചെടുക്കണം കേട്ടോ. എന്നുവെച്ചാൽ എല്ലാം കൂടെ ഒരു ഒറ്റ ഉരുളാകുന്ന വരെ. നല്ല എന്താ പറയുക, ഹാർഡായിട്ട് കുഴക്കാൻ പാടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കുറച്ചൊരു ലൂസായിട്ടാണ് വേണ്ടത്. ഇതെല്ലാം കൂടെ ഒരു ഒറ്റ ഉരുളായി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടറിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 30 ഗ്രാം ബട്ടറാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അത് ഇങ്ങനത്തെ വലിയ ടേബിൾ സ്പൂണിൽ എടുക്കുന്നതാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ നിറച്ചുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കുറേശ്ശായിട്ട് ചേർത്തിട്ട് ഇനി ഇതിനെ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇത് കുഴച്ചിട്ട് ഇതിനെ സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഇനിയാണ് അങ്ങോട്ടേക്ക് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് കുഴച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സാധനങ്ങൾ നന്നാവില്ല കേട്ടോ. അതുകൊണ്ട് കുഴക്കലിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരു 20 മിനിറ്റോളം ഇത് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ 20 മിനിറ്റിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് കൈകൊണ്ട് കുഴക്കുകയാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ടേബിൾ എടുത്തിട്ട് കുഴച്ചെടുത്താലും മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാകം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കണം. നമ്മളിങ്ങനെ അലിഞ്ഞു പോകുന്ന ടെക്സ്ചർ എന്നൊക്കെ പറയില്ല, അതുപോലാണ് വേണ്ടി കേട്ടോ. അപ്പോൾ ഞാനൊന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. അതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. എന്നാലൊരു സ്റ്റിക്കി പാകമൊന്നുമല്ല, കുഴച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതിനെ സോഫ്റ്റ് ആക്കി എടുത്തതാണ് കേട്ടോ. അത് കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ ഒരു പാകം വേണ്ടത്. ഒരുപാടങ്ങ് ഹാർഡായി പോകാൻ പാടില്ല. ചപ്പാത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ മാവ് ഒന്ന് ലൂസായിരിക്കണം, എന്നാൽ കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുകയും വേണം. ഇനി ഇത് ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ വെച്ചിട്ട് ആ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുന്ന ടൈം നമ്മളിതൊന്ന് മാറ്റി വെക്കട്ടെ. എത്ര സമയം ഒന്നുമില്ല, ഒരു മിനിമം 1/2 മണിക്കൂർ എന്തായാലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ആ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുന്ന ടൈം വരെയാണ് വെക്കുന്നത്. ഒരു 10-20 മിനിറ്റ് അത്രയും സമയം വെക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക. ഒരു ക്ലിംഗ് റാപ്പ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ അതിനോട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ അതാ ഫില്ലിംഗ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, പാന്. അത് ചൂടാക്കുന്നൊന്നുമില്ല കേട്ടോ. ആദ്യം വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഫില്ലിങ്ങിൻ്റെ സാധനങ്ങൾ മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് ഞാൻ കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ അതിലേക്ക് പുളിയില്ലാത്ത തൈര് ഒരു 1/4 കപ്പ്, പിന്നെ അത് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പാപ്രിക്കയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് മുളക് പൊടിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി. അപ്പോൾ പാപ്രിക്ക ആയതുകൊണ്ട് കളറൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ കളറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പാപ്രിക്ക ചേർത്താണ്. പിന്നെ വേണ്ടത് വിനെഗറാണ്, അത് 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതാ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോ ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് ഗരം മസാല ഇഷ്ടമാണെങ്കിൽ ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഒരു നുള്ള് റെഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക കേട്ടോ. റെഡ് കളറൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിന് നിങ്ങൾ നെഗറ്റീവ് ഫുഡ് കളർ ചേർക്കണ്ടെന്ന് പറയാനില്ല. എന്നുവെച്ചാൽ നമുക്ക് ഈ വീഡിയോ ക്ലിക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് കളർഫുള്ളും കൂടി ആവണം. അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കളറും കൂടി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ കളറൊന്നും ചേർക്കേണ്ടിയില്ല. ഇനിയിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് തീ ഓണാക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ചിക്കൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 1/2 മണിക്കൂർ മുമ്പെങ്കിലും ഓട്ടപാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം മാത്രം എടുക്കാവൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഇന്ന് ഇറങ്ങി വരും. അപ്പോൾ അത് വറ്റിക്കാനും ഒരുപാട് സമയവും ഗ്യാസും ഒക്കെ നഷ്ടമാവും. ഇപ്പോൾ ഇതാ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ചൂടായ സമയത്ത് കണ്ടില്ല, ഇതിൽ നിന്ന് കുറച്ചേ വെള്ളം വരുന്നുള്ളൂ, ഒരുപാട് വെള്ളമൊന്നുമില്ല. കാരണം ഞാൻ അത്രക്കും ഇത് ഓട്ടപാത്രത്തിൽ ഇട്ടിട്ട് ഊറ്റിയെടുത്തതാണ്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം തീയിൽ അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ അതാ ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അത്രയും നമുക്ക് സമയം ആവശ്യമുള്ളൂ, 10 മിനിറ്റ് പോലും വേണ്ട. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഇത്രയും ചെറുതാക്കി കൊത്തി അരിഞ്ഞതുകൊണ്ട് പിന്നെ ബോൺലെസ് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. പിന്നെ നല്ല ഡ്രൈ ആക്കി എടുക്കണം, തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല, നമ്മൾ സ്റ്റോർ ചെയ്യാനുള്ളതാണ്.
അപ്പോൾ നന്നായിട്ട് വറ്റി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. എന്നാൽ കരിയാനും പാടില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കണം ഈ ഒരു ചിക്കൻ ഉണ്ടാവേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണേ. അത് വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നിങ്ങൾക്ക് എടുക്കട്ടെ. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഒരു ടീസ്പൂണിൻ്റെ പകുതിയൊക്കെ മതിയാവും, അത്രേ ആവശ്യമുള്ളൂ. നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിൽ നിന്ന് ഇങ്ങനെ തുള്ളി തുള്ളി ആയിട്ടാണ് വീഴുന്നത്. അപ്പോൾ ആ 1 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ 1 മിനിറ്റ് നേരം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ആ ഒരു എണ്ണയിലും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കാമെന്ന് പറയില്ല, അങ്ങനെ ആക്കി എടുക്കട്ടെ. 1 മിനിറ്റ് മതിയേ, ഒരുപാട് അങ്ങ് കളറൊന്നും മാറാൻ പാടില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു എണ്ണ കിടന്ന് ഒന്ന് മൊരിഞ്ഞ് വന്നോളൂ. ഇപ്പം നമ്മളെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളി, പച്ചമുളക് അങ്ങനത്തെ ഒന്നും ചേർക്കണില്ല കേട്ടോ. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഫില്ലിങ് ഉള്ളിൽ വെക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവ് നല്ല സോഫ്റ്റായി കുറച്ച് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു 20 മിനിറ്റ് ഇവിടെ ആയിട്ടുള്ളൂ ഞാൻ കുഴച്ച് വെച്ചിട്ട്. എന്നാൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല പുതിയ ഈസ്റ്റ് ആയതുകൊണ്ട് നല്ല ടെക്സ്ചറിൽ വരും കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈസ്റ്റ് എപ്പോഴും പുതിയതായിരിക്കണം. ഇനിയിപ്പോൾ ഇത് നമുക്കിനി ഉരുട്ടിയെടുക്കണം കേട്ടോ. എത്ര വലുപ്പത്തിലുള്ള ചിക്കൻ റോളാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമ്മളിതൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, വേറൊരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മാവ് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ളതിലാണ് നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ടാണ് അത്രയും ക്വാണ്ടിറ്റി എടുത്തതെന്നുള്ള. അപ്പോൾ അത് ബാക്കിയുള്ള മാവ് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. ഒരേ സൈസുള്ള ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു ചപ്പാത്തിൻ്റെ വലുപ്പത്തിലുള്ള ഉരുളായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക ഈ ഒരു രീതിയിൽ. ഇതുപോലെ ഇനി ബാക്കിയുള്ള എല്ലാം ഈ ഒരു സൈസിൽ തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ എല്ലാം ഒന്ന് ഇതേപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാ എല്ലാം ഞാൻ ഈ ഒരു ഷേപ്പിൽ ഒന്ന് ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന ചിക്കൻ റോൾ എന്ന് പറയുന്നത് മാവല്ല കൂടുതൽ, ഫില്ലിംഗ് ആണ് ഞാൻ കൂടുതൽ ഇടാൻ പോകുന്നത് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറി റെഡി ആയിട്ടുണ്ട്. നല്ല കണ്ടില്ലേ, നല്ല ഡ്രൈ ആയിട്ടുള്ള ആ ഒരു ചിക്കൻ ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് പൊടി ഇട്ടിട്ട് ഇതിനൊന്ന് പരത്തിയെടുക്കുക. മാക്സിമം നിങ്ങൾക്ക് പരത്താൻ പറ്റുന്നിടത്തോളം നല്ല നൈസായിട്ട് പരത്തുക കേട്ടോ. കാരണം ഒരുപാട് അങ്ങ് മാവ് വേണ്ട, നമുക്ക് ഫില്ലിംഗ് ആണ് നമുക്ക് കൂടുതൽ വേണ്ടത്. മാക്സിമം നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം. പൊടി ഇട്ടിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ഈസിയാണ് പരത്താൻ, പെട്ടെന്ന് തൊടുമ്പോൾ തന്നെ പരന്ന് വരും. അത്രയും സോഫ്റ്റാണ് നമ്മളെ മാവ് ഉള്ളത്. ഇനി ബാക്കി നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ വലിച്ചാലും അതങ്ങ് നൈസായിട്ട് വരികയും ചെയ്യും കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ അത്യാവശ്യത്തിന് ഫില്ലിങ് നല്ലോണം വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഒരു പകുതിയോളം ഞാനിങ്ങനെ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫില്ലിംഗ് ആണ് നമുക്ക് കൂടുതൽ വേണ്ടിയത്. അപ്പോൾ നന്നായിട്ട് ഫില്ലിംഗ് ഒക്കെ നല്ല കട്ടി തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ട് വെക്കുന്നുണ്ട് കേട്ടോ. സാധാ നമ്മളെ പച്ചവെള്ളം ഒന്ന് തൊട്ട് വെക്കുന്നുണ്ട്. എന്നാൽ കുറച്ചും കൂടെ ഈസിയാണ്. വെള്ളം തൊടണമെന്നൊന്നുമില്ല, പക്ഷേ വെള്ളം തൊട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ സെക്യൂറാണ്. അതിന് വേണ്ടിയിട്ടൊന്ന് തൊട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇതിനൊന്ന് കവർ ചെയ്ത് അവിടെ ഒട്ടിച്ച് വെക്കുക. ഉണ്ടാ അതൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒട്ടിച്ച് കിട്ടും. ഇപ്പോൾ അതാ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഈ ഒരു മാവ് ഉണ്ടല്ലോ, അത് നമ്മളൊരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു പിസ്സ കട്ടർ വെച്ചിട്ടോ ഇതിനൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. മുറിക്കാന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് അങ്ങ് മുറിഞ്ഞ് പോകരുത്, സെൻറ്ററിൽ മാത്രം മുറിച്ച് കൊടുക്കുക. അറ്റം വിട്ടു പോകാൻ പാടില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാനിങ്ങനെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റം നമുക്കൊന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തൊടണം. അപ്പോൾ നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ മെല്ലെ മെല്ലെ ഒന്ന് റോൾ ചെയ്യുക. എന്നിട്ട് അറ്റം വരുന്ന ഭാഗം മാത്രം ഒന്ന് വെള്ളം തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ അതവിടെ ഒട്ടി നിന്നോളും. അപ്പോൾ അത് നമ്മൾ ആ ഒരു കീറലും കൂടി കൊടുത്തതുകൊണ്ട് അതിനൊരു ഡിസൈൻ പോലെ ആയി വരികയും ചെയ്ത്. ഇപ്പോൾ അതാ ഫസ്റ്റത്തെ ചിക്കൻ റോൾ നമ്മളിവിടെ റോൾ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഈ ഒരു രീതിയിൽ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാനെല്ലാം റോൾ ചെയ്ത് ഒരു ബേക്കിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആവിച്ചമ്പിൽ നമുക്ക് അടുപ്പത്തൊന്നും ബേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു മുട്ട മാത്രം എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഉപ്പ് ഒന്നും ഇട്ടിട്ടില്ല, സാധാ ഒരു ഇത് മാത്രം കേട്ടോ. എന്നിട്ട് ആ മുട്ട എല്ലാത്തിൻ്റെ മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ചെമ്പിൽ എങ്ങനെ ബേക്ക് ചെയ്യാമെന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്കൊരു തട്ട് ഇറക്കി വെക്കുക. നമ്മൾ ചട്ടിയൊക്കെ ഇറക്കി വെക്കുന്ന തട്ടില്ലേ, ആ തട്ട് ഇറക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നല്ലോണം ചൂടാക്കിയതിൻ്റെ ആ ചെമ്പ് നല്ലോണം ചൂടാക്കിയതിന് ശേഷം ഇത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ ബേക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തത്. 230 ഡിഗ്രിയിൽ 25 മിനിറ്റാണ് ഞാനിവിടെ ബേക്ക് ചെയ്തത് കേട്ടോ. ഇനിയിപ്പോൾ അത് ചൂടോടുകൂടി ബേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ നന്നായിട്ട് ബട്ടർ ഒന്ന് പരട്ടി കൊടുക്കണേ, എന്നാലാണ് നല്ല സോഫ്റ്റ് ആവുക. നമ്മൾ ഇറക്കി കൊണ്ടുവന്ന പാട് ഇതൊരു ഹാർഡായിട്ടാണ് ഉണ്ടാവുക. ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് കൊടുക്കണം കേട്ടോ. അപ്പോൾ റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ എങ്ങനെങ്കിലും ഇതൊന്ന് കവർ ചെയ്തിട്ട് മാറ്റി വെച്ചാൽ മതി. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ.
ഇപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിതാ ഒരു സെർവ് ചെയ്യുന്ന ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് നമുക്കൊരു 3-4 ദിവസം വരെ നമുക്ക് കേടാവാണ്ട് പുറത്ത് തന്നെ വെക്കാനും പറ്റും കേട്ടോ. ഒരു 3 ദിവസം 4 ദിവസമൊക്കെ നമുക്ക് പുറത്ത് തന്നെ വെക്കാം. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് ഇതൊന്നുകിൽ മൈക്രോവേവിൽ ഒന്ന് ചൂടാക്കുക, അല്ലെങ്കിൽ ആവിച്ചെമ്പിൽ ഒന്ന് ആവി കയറ്റിയെടുക്കുകയോ ചെയ്താൽ മതി. നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. ഒരു 1 വീക്ക് വരെയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഫ്രിഡ്ജിലാണെങ്കിൽ. പുറത്താണെങ്കിൽ ഒരു 3-4 ദിവസം നിൽക്കും. ഒന്നും ആവില്ല. ഇതേ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാവൊന്നും ഇതിനില്ല. ഉള്ളിൽ ഫുള്ള് നമ്മൾ ഫില്ലിംഗ് ആണ് വെച്ചത്. നല്ല നൈസായിട്ട് പരത്തിയോണ്ട് തന്നെ തീരെ കട്ടിയൊന്നും ഉണ്ടാവില്ല. തിന്നണ സമയത്ത് നല്ല ടേസ്റ്റാണ്. ആ ഒരു ചിക്കൻ തന്നെയാണ് നമുക്ക് ഫുള്ളായിട്ട് കിട്ടുക കേട്ടോ. ഞാൻ മുറിച്ച് കാണിച്ചു തരാം. അതാ ഇപ്പോൾ കണ്ടില്ല, നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെയാണ് തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരവും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഡിന്നർ റോൾ, ഈ ഒരു ചിക്കൻ റോൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ശരി, ഇനി അടുത്തതിൽ കാണാം.